ഹലോ എവ്രി വൺ, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ മൈസൂർ ട്രിപ്പ് പോയതാണ്. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച ആയിരുന്നു പോയത്. വെള്ളിയാഴ്ച ഞാൻ ലീവ് എടുത്തു, പിന്നെ സാറ്റർഡേ സൺഡേ ഓഫ്. അപ്പോൾ 3 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലം 3 ദിവസത്തിൽ കവർ ചെയ്യാൻ പറ്റിയത് മൈസൂർ തന്നെയാണ്. മൈസൂർ നമ്മൾ ഒരുപാട് കണ്ട സ്ഥലമാണ്, എങ്കിലും മൈസൂർ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ് മൈസൂർ. അങ്ങനെ ഞങ്ങൾ രാവിലെ 7 മണിക്ക് പുറപ്പെട്ടു. 7 മണി കുറേ ലേറ്റാണ്. എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ നമുക്ക് ഒരുപാട് ട്രാഫിക് ബ്ലോക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഓക്കെ, ഞങ്ങൾ മാനേജ് ചെയ്തു. 7 മണിക്ക് ഇറങ്ങി. പിന്നെ ഇത് നിങ്ങൾ കാണുന്നത് ബാംഗ്ലൂർ നെക്സസ് ഫോറം മോളാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോയി. പറഞ്ഞതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കും ഒക്കെ കിട്ടി. എന്നാലും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഒബ്വിയസ്ലി ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ 3 ദിവസം ഓഫ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ നമ്മൾ നൈസ് റോഡിലോട്ട് കയറി. നൈസ് റോഡ് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ ആണ്. നന്ദി ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ എൻ്റർപ്രൈസ് റോഡ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ഇത് പുതിയ കുറച്ച് വർഷമായേ വന്നുള്ളൂ. അതായത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മൈസൂരിൽ എത്താൻ പറ്റും. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ മാക്ഡൊണാൾഡ്സിലാണ് നിർത്തിയത്. ഇവിടുന്ന് നമ്മൾ കോഫി, ഹാഷ് ബ്രൗൺ, ബർഗർ, പിന്നെ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് സോസേജ് മെക് മഫിൻ എന്ന് പറഞ്ഞ സാധനമാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിനാണ് മെയിനായിട്ട് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബണ്ണൊക്കെ കുറച്ച് ഹാർഡാണ്. പിന്നെ അധികം വെജീസ് മയണൈസ് അങ്ങനെ ഒന്നുമില്ല. കുറച്ച് ഹാർഡായിട്ടുള്ള സാധനമായിരുന്നു. എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ബർഗർ തന്നെയാണ്. പിന്നെ ഹാഷ് ബ്രൗൺ നല്ലതായിരുന്നു, കോഫിയും നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ കാറിൽ യാത്ര ചെയ്യുമ്പം ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇങ്ങനെ നമുക്ക് 2 സൈഡിലും നല്ല വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഞാൻ നാട്ടിലൊക്കെ കേരളമൊക്കെ പോകുമ്പം ഞാൻ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. എന്നാലും ഇങ്ങനെ മൈസൂരൊക്കെ പോകുമ്പം നമുക്ക് ഈ വ്യൂസൊക്കെ എൻജോയ് ചെയ്യാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ മൈസൂരെത്തി. പിന്നെ ഞങ്ങൾ ഹോട്ടലെത്തി. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം തന്നെ ഹോട്ടലൊക്കെ ബലൂണൊക്കെ ട്രൈ കളർ ബലൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തി. ഇത് ഇവരുടെ റൂബി എന്ന് പറഞ്ഞിട്ടുള്ള റൂമാണ്. അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങളൊക്കെ കൂടുതലും റെഡാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസ് ആയാലും ബെഡ്ഷീറ്റ്സ് ആയാലും ഒക്കെ റെഡ് കളറുള്ള അലങ്കാരങ്ങളാണ്. പിന്നെ ഇത് കയറുമ്പോൾ തന്നെ ഒരു ഡോറ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയപ്പം ഇത് ഇവരുടെ നമ്മുടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സ് ഹാങ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ റൂമൊക്കെ ചുറ്റി കാണാൻ തുടങ്ങി. എല്ലാവരും വളരെ ഹാപ്പിയായി. നല്ല ഒരു റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ സെയിം നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, ഗ്ലാസ് ഡോറ്. അതും സെയിം നമ്മുടെ നേരത്തെ കാണിച്ച ആ സ്റ്റോറേജ് സ്പേസിൽ തന്നെ ആയിരുന്നു ഓപ്പൺ ആവുന്നത്. പിന്നെ ഇതൊരു ടീ ഏരിയയാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റിൽ നമുക്ക് റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കുറച്ച് വിയേർഡായിട്ട് തോന്നി. എന്താ വെച്ചാൽ ആൾക്കാർ സ്വിം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഹോട്ടലിൽ സെയിം ഹോട്ടലിൽ വന്നപ്പം നമ്മളിത് കണ്ടിരുന്നു. അപ്പോൾ അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ ഇത് അവിടുത്തെ ബാൽക്കണി ഏരിയ ആണ്. അവിടെയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഇരിക്കാനും കഴിക്കാനും ഒക്കെ ഉള്ള. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് റെയിൽവേ മ്യൂസിയമിലാണ്. മൈസൂരിലുള്ള റെയിൽവേ മ്യൂസിയത്തിലാണ് പോയത്. ഇത് നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്യാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. നല്ല കാണാനൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് സൊവിനിയർ ഷോപ്പാണ്. പിന്നെ ഉള്ളിലോട്ട് പോയപ്പം കുറേ ട്രെയിനിൻ്റെ ബോഗികളും പണ്ടത്തെ നമ്മുടെ ട്രെയിനിൻ്റെ എൻജിനും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇത് അവർ ഉണ്ടാക്കി വെച്ച മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ്. നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. പിന്നെ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പ്ലാറ്റ്ഫോമിലും റെയിൽവേയിലൊക്കെ പോകുമ്പോഴൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും അറിയില്ലായിരിക്കും. എന്താ വെച്ചാൽ മെട്രോയും അതും ഇതൊക്കെ അല്ലേ. പഴയ നമ്മുടെ കുട്ടിക്കാലമൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റി ഇവിടെ പോയപ്പം. പിന്നെ റെയിലിൻ്റെ മേലൊക്കെ ആൾക്കാരൊക്കെ പണിയെടുക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഇവർ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ലതായിരുന്നു. കുട്ടികൾക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നല്ലൊരു
സ്ഥലമാണ്. പിന്നെ സ്കൂൾ കുട്ടികൾക്കൊക്കെ എക്സ്കർഷനൊക്കെ പോകാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേയധികം ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. നല്ല പ്ലേസ് ആയിരുന്നു. പിന്നെ ഈ കാണുന്ന ട്രെയിനിൻ്റെ ബോഗി കാണുന്നില്ലേ, അവിടെ അതിൻ്റെ ഡോറിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ട് ഞാൻ കുറേയധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റൂമില്ലേ, ഈ ഒരു റൂം കാണുന്നത്, അതിൽ അവർ വെച്ചിരിക്കുന്നത് പണ്ടത്തെ ക്വീൻ സഞ്ചരിച്ചിരുന്ന ട്രെയിനായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു മൂവിയില്ലേ, സീതാറാമം പറഞ്ഞിട്ട്, അതിൽ അവർ കാണിക്കുന്നുണ്ട് ക്വീൻ ഒരു സെപ്പറേറ്റ് ബോഗിയിലൊക്കെ സഞ്ചരിക്കുന്നത്. പെട്ടെന്ന് അതായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. ഇത് വളരെ നല്ലതായിരുന്നു. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര പോഷായിരുന്നു. അവരുടെ അന്നത്തെ സൗകര്യത്തിൽ എത്ര പോഷ് ലൈഫായിരുന്നു എന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും സൗകര്യങ്ങളുണ്ട് ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ. ഇത് ഇവരുടെ ഡ്രസ്സിങ് ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഡ്രസ്സിങ് ടേബിൾ, റീഡിങ് ഏരിയ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ കിച്ചൺ ഏരിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ മൈസൂർ വന്നിട്ട് ഈ ഒരു സ്ഥലം ഞങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പാലസ്. ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാലസിൽ പോയിട്ടില്ല. ആകെ 3 ദിവസമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. പാലസിലൊക്കെ എന്തായാലും ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കും ഇതൊക്കെ ചുറ്റി കാണുമ്പോഴേക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം പുതിയൊരു സ്ഥലം കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയതാണ്. എന്തായാലും ഒട്ടും തന്നെ നഷ്ടമായില്ല. ഒന്നും ടൈമൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി. അത്രയും വേർത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. പണ്ടത്തെ ഓരോ ആൾക്കാരുടെ ജീവിതമൊക്കെ നമ്മൾ ഇങ്ങനെ ആയിരുന്നു, അവർ എത്ര പോഷ് ലൈഫായിരുന്നു, അവരുടെ ആ സാഹചര്യത്തിൽ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം സ്കൂളിൽ നിന്നൊക്കെ ടൂറൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ് ഇതൊക്കെ. അവർക്കൊക്കെ എല്ലാം മനസ്സിലാക്കാനും കൂടുതൽ പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണല്ലോ. അവരെപ്പോഴും ഓർമ്മിച്ച് വെക്കും. പിന്നെ അവർക്ക് ഒരു ട്രെയിൻ റൈഡാണിത്. ഇതിൽ എല്ലാവർക്കും ഇരിക്കാം, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇരിക്കാം. പിന്നെ ഇത് പണ്ടത്തെ സ്റ്റീം എൻജിനാണിത്. ഇതിൽ കൽക്കരി ഇടുന്ന സ്ഥലവും ഒക്കെ ഉണ്ട്. പിന്നെ അന്ന് നമ്മൾ പോയ സമയത്ത് മഴയായിരുന്നു, അതുകൊണ്ട് പുറത്തും താഴെയൊക്കെ ഫുള്ള് ചളിയായിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് അവരൊരു കഫേ ഉണ്ടാക്കിയാണ്, റിയൽ കഫേ എന്ന് പറഞ്ഞിട്ട്. ട്രെയിനിൻ്റെ ബോഗീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം. പിന്നെ ഇത്രയാണ് വീഡിയോ. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ, ഇനിയും കുറേ അടുത്ത സാധനങ്ങളൊക്കെ സൂവിലൊക്കെ പോയിരുന്നു, അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.